ഹലോ ഫ്രണ്ട്സ്, ഞാനാണ് അക്ഷയ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് CBSEയുടെ 10th ആൻഡ് 12th റിസൾട്ട് എങ്ങനെ കാണാം നമുക്കിന്ന് കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നിങ്ങളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇതിൽ പോയിട്ട് നിങ്ങൾ CBSE റിസൾട്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. CBSE റിസൾട്ട്. ഓക്കെ, എന്നിട്ട് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് ഇവിടെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, CBSE എക്സാം റിസൾട്ട്സ്. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ വന്നിട്ട് നിങ്ങൾ ആ റിസൾട്ട് വന്നിട്ട് പബ്ലിഷ് ആയിട്ടില്ല, അഥവാ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ കറണ്ട് ഈവൻസിൽ കാണിക്കും. ഇപ്പോഴത്തേക്ക് അത് നോ പോസ്റ്റ് ടു ഡിസ്പ്ലേ എന്നാണ് കിടക്കുന്നത്. അഥവാ പബ്ലിഷ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വിസിബിൾ ആകും. ഓക്കെ, റിസൾട്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇൻ്റർഫേസ് കാണാം, അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക നമുക്കിന്ന് കാണാം. ഞാൻ ഒരു ചെറിയ ഡെമോ കാണിച്ചു തരാം. അതേപോലെ നിങ്ങൾ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ സപ്ലിമെൻ്ററിയുടെയും റീവാലുവേഷൻ ഇട്ട പിള്ളേരെ റിസൾട്ട് ഇവിടെ കാണിക്കുന്ന. ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഡെമോ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഒരു റീവാലുവേഷൻ്റെ 12th റിസൾട്ടിൽ ക്ലിക്ക് ചെയ്തു. ഇതേപോലെയാണ് നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആകും. നിങ്ങളെ റിസൾട്ട് വന്നിട്ട് പബ്ലിഷ് ആകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എൻ്റർ യുവർ റോൾ നമ്പർ കൊടുക്കുക ഫസ്റ്റ്. അടുത്ത് നിങ്ങളെ സ്കൂൾ നമ്പർ എന്താണെന്നുള്ള കൊടുക്കുക. അടുത്ത് ID കാർഡിലുള്ള നമ്പർ കൊടുക്കുക, അഡ്മിറ്റ് കാർഡ് നമ്പർ. എന്നിട്ട് ലാസ്റ്റ് കാണുന്ന എൻ്റർ സെക്യൂരിറ്റി പിന്നിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെയിം ഇവിടെ ഈ താഴെ കാണുന്ന സെക്യൂരിറ്റി പിൻ ഈ സെയിം ടു സെയിം നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ഒരു ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു ക്യാപ്ചർ ടൈപ്പ് പോലത്തെ ഒരു സംഭവമാണ്. എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക, അഥവാ ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ആണെങ്കിൽ അതേപോലെ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഞാൻ കൊടുക്കുന്നു HCA2NN. ഓക്കെ, എന്നിട്ട് താഴെ കാണുന്ന സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളെ റിസൾട്ട് വന്നിട്ട് കാണിക്കും. ഓക്കെ, ഫ്രണ്ട്സ്, നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർ അറിയട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇനിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് കാണാം. അത്രയും ബൈ.